ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും അല്ലാത്ത അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മോട്ടിവേഷനായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കൂടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലെ പണികളൊക്കെ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ഇറച്ചി കറിയായിരുന്നു കേട്ടോ. അത് അടിപൊളി പാൽ ചായയും കുടിച്ച് ഞാൻ നേരെ മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുറ്റടിക്കാനായിട്ട് ഇറങ്ങുക. എനിക്ക് ഏറ്റവും കൂടുതൽ കുക്കിങ്ങൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങാനാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ കഴിയും കേട്ടോ. തലേന്ന് നീനും മുറ്റത്തുനിന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവളെ കുറച്ച് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത്. അതാണ് പിന്നെ ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ചമ്മലൊക്കെ അടിച്ചു കൂട്ടി വാരിയെടുത്തത് കേട്ടോ. അതിനെന്താ നല്ലപോലെ വെയിൽ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കൊലായി ഉണ്ടല്ലോ സിറ്റ് ഔട്ട്, അവിടെ നിന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. ഇവിടെ പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാല് വെക്കുമ്പോഴേക്ക് പൊള്ളുന്ന അത്ര പോലെ വെയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിറ്റ് ഔട്ട് വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഞാൻ നല്ല നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ പഴയ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം കുറേ ആൾക്കാർ പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ, അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് കേട്ടോ കുറച്ച് ക്ലീനിങ് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതേപോലെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്ലാനിങ് ഉണ്ടാകുമ്പോഴേ അതിനൊരു സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ നമ്മളിങ്ങോട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സക്സസ്സിലേക്ക് എത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അധികം ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് തന്നെ പിറ്റേന്നത്തേക്ക് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറ്, അതുപോലെ ഈവനിങ് സ്നാക്സ് ഇതൊക്കെ ഞാൻ തലേന്ന് തന്നെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ ആലോചിച്ച് വെച്ചിട്ട് അതേപോലെ പിറ്റേന്ന് ചെയ്ത് തീർക്കലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചിന് നമുക്ക് സാമ്പാർ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ തലേന്ന് കട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ മീനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അന്നാന്നായിരിക്കും കേട്ടോ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് കട്ട് ചെയ്യും. ചിലപ്പോൾ ഞാൻ 2 ദിവസത്തേക്കൊക്കെ മീൻ വാങ്ങാറുണ്ട് കേട്ടോ. അതാകുമ്പോൾ പിന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒക്കെ കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ വീട്ടിലെല്ലാവരും ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ എല്ലാവരുടെ ഇഷ്ടങ്ങളും എല്ലാവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ടി വരും കേട്ടോ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു കാര്യം ഞാൻ നല്ലപോലെ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം കേട്ടോ. നമ്മളെ പണികൾ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിരിക്കാമല്ലോ. അപ്പോൾ നമുക്ക് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ചാൽ അല്ലെങ്കിൽ ക്ലീനിങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി വെക്കുമ്പോൾ നമുക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു സമാധാനമാണ്. കാരണം വീട്ടിലെ ജോലികൾ തീർന്നല്ലോ, എന്നാൽ പിന്നെ കുഞ്ഞു മക്കളെ നോക്കിയിരിക്കാം, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ജോലിക്ക് പോവാം, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു രീതിയിലുള്ള എന്താ പറയുക ഒരു ലൈഫ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരാളെയും വെറുപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തീർത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. അതിനേതാ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു കേട്ടോ. പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചേ. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇത് ഇപ്പോൾ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ചെറിയ കൊട്ടയാണ് കേട്ടോ. അപ്പോൾ പുതിയതായതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഓലക്കൊടി ഉണ്ട് കേട്ടോ തറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിറകുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഓലക്കൊടിയൊക്കെ നല്ലപോലെ കെട്ടി വെക്കും കേട്ടോ. കാരണം ഇന്ന് നല്ല മഴമൂടലുണ്ട്. അപ്പോൾ മിക്കവാറും മഴ പെയ്യുന്നുള്ള ഒരു
ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര പോലെ അടിഞ്ഞിട്ടുണ്ട്, തൊണ്ടവേദന നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പം ഏകദേശം കുറഞ്ഞതാണ്, എന്നാലും ഹോസ്പിറ്റലിലൊക്കെ പോകണം. അപ്പോൾ കുറച്ച് കഴിയട്ടെ ഹോസ്പിറ്റലിൽ പോകാനെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഓലക്കൊടിയൊക്കെ തറച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ മട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങോട്ട് നുറുക്കിയെടുക്കുകയാണ് കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് കത്തിക്കാനുള്ള വിറകും ആവും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഉണങ്ങിയിട്ടുള്ള വിറകാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ രണ്ട് ഭാഗവും എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരേ വലുപ്പത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് പ്രയാസമാണ്, എന്നാലും കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ അരിയാക്കത്തിയാണെങ്കിൽ തീരെ മുറിച്ചില്ല കേട്ടോ, അതാണ് ഇങ്ങനെ വെട്ടി വെട്ടി ലാസ്റ്റ് റെഡി ആവുന്നത്. പിന്നെ ഓലക്കൊടി തറച്ച് വെച്ചതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കൈകാര്യം ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് എനിക്ക് ഫ്രീ ആയിരിക്കേണ്ട ടൈമിൽ ഫ്രീ ആയിരിക്കാനും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നേരത്തെ എണീക്കും കേട്ടോ. നേരത്തെ എണീക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരുക. അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ എണീറ്റാൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂറോളം കിടന്നുറങ്ങാനുള്ള ടൈം വരെ കിട്ടും കേട്ടോ. നമ്മൾ വിചാരിച്ചാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ഓലക്കൊടിയും മട്ടലും കാര്യങ്ങളൊക്കെ തറച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെതലൊക്കെ പിടിച്ച മട്ടലുണ്ടായിരുന്നു, അതിൻ്റെ ഓലക്കൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂലെടുത്തിട്ട് തന്നെ മൊത്തം ഒന്ന് അടിച്ച് വാരിയിട്ട് ഈ ഒരു പനിനീർ ചാമ്പക്കൻ്റെ മരട്ടിലേക്ക് കൊണ്ടുപോയി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചുകൂട്ടി വാരിയെടുക്കുകയാണ്. ഓലക്കൊടീൻ്റെ അതായതുകൊണ്ട് തന്നെ അടിച്ചാരിയിട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ കാലിനോടൊക്കെ ഒന്ന് നീക്കി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് മൊത്തം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. നമ്മൾ അകമൊക്കെ ഒന്ന് അടിച്ചാരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ. പിന്നെ ഞാൻ വേഗം സിറ്റൗട്ടൊന്ന് തുടക്കാൻ നിന്നു. പിന്നെ അകവും കാര്യങ്ങളൊക്കെ തുടച്ച് ക്ലീനാക്കി കേട്ടോ. രാവിലെ നമ്മളെപ്പോഴും ഉച്ചയ്ക്കും രാവിലേക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് പിന്നെ ക്ലീനിങ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രീ ആവാം. ഏകദേശം ഒരു 11 മണീൻ്റെ ഉള്ളിലൊക്കെ ഫ്രീ ആവും കേട്ടോ. അങ്ങനെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അപ്പോഴേക്കും ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ അലക്കാനുള്ളത് അലക്കി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പോയത്. പുതിയ കൊട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ കേക്ക് വെച്ചത്, ഞാൻ വന്നപ്പോഴേക്കും അത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നീനുണ്ടാവാൻ പോകുന്ന സമയത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ള കൊട്ടയായിരുന്നു കേട്ടോ. അവളെ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അങ്കലവാടിക്ക് പോകുന്നതും വീട്ടിൽ നിന്ന് ഇടുന്നതും അതൊക്കെ ഞാൻ ഇതുപോലത്തെ വലിയ കൊട്ടയിലേക്ക് മാറ്റിയിട്ട് ആ കൊട്ടയിൽ വേറെ സാധനങ്ങൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് കിട്ടേണ്ട സാധനങ്ങൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതുപോലെ കൊട്ടയാവുമ്പോൾ എന്ന് പറയാം മക്കൾക്ക് എടുക്കാനും സുഖമാണ്. അങ്ങനെ ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇന്നത്തെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.